ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി വാഴ 2 മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 10 ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു തെലുങ്ക് ചിത്രമാണ്. ബാഹുബലി 2 ആണ്. പ്രഭാസ് നായകനെത്തിയ രാജമൗലിയുടെ ചിത്രം കേരളത്തിൽ നിന്നും 72 കോടിക്ക് മുകളിലാണ് നേടിയത്. 9ാം സ്ഥാനത്തുള്ള ചിത്രം ഫഹദിന്റെ ആവേശമാണ്. ആവേശം കേരളത്തിൽ നിന്നും 76 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ OTT വന്നു. OTT വരുന്നതിന് ആ തലേ ദിവസം വരെ കേരളത്തിൽ നിന്നും 1 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. ചിത്രത്തിന് OTT വൈകിയാണ് റിലീസ് ആയിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും ഇനിയും നല്ല കളക്ഷൻ അടിക്കേണ്ട ചിത്രമായിരുന്നു ആവേശമാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രത്തിൽ 9ാം സ്ഥാനത്തുള്ളത്. 76 കോടി രൂപയാണ് ആവേശം നേടിയത്. 8ാം സ്ഥാനത്തുള്ള ചിത്രം സർവ്വമായാണ്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ചിത്രമായിരുന്നു. കേരളത്തിൽ നിന്നും 78 കോടി രൂപയാണ് ഇറങ്ങിയത്. ക്രിസ്മസ് ഹോളിഡേ ആ ടൈമിലായിരുന്നു ചിത്രം ഇറങ്ങിയിരുന്നത്. 7ാം സ്ഥാനത്തുള്ള ചിത്രം ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതമാണ്. കേരളത്തിൽ നിന്നും 79 കോടിയോളമാണ് ആടുജീവിതം നേടിയത്. 6ാം സ്ഥാനത്തുള്ള ചിത്രം ലാലേട്ടന്റെയാണ്. 2016 ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം പുലിമുരുകനാണ്. കേരളത്തിൽ നിന്ന് 85 കോടി രൂപയാണ് പുലിമുരുകൻ സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു പുലിമുരുകൻ. മലയാളത്തിന്റെ ആദ്യത്തെ 100 കോടി ചിത്രവും പുലിമുരുകനായിരുന്നു. 5ാം സ്ഥാനത്തുള്ള ചിത്രം എമ്പുരാനാണ്. എമ്പുരാൻ കേരളത്തിൽ നിന്നും 86 കോടി രൂപയാണ് നേടിയത്. 4ാം സ്ഥാനത്തുള്ള ചിത്രം ജൂഡിന്റെ സംവിധാനത്തിലെത്തിയ 2018 ആണ്. കേരളത്തിൽ നിന്നും 89 കോടി നേടി കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയായിരുന്നു 2018. 3ാം സ്ഥാനത്തുള്ള ചിത്രം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ തുടരുമാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി 100 കോടി നേടിയ ചിത്രമായിരുന്നു. കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു തുടരും. കേരളത്തിൽ നിന്ന് 118 കോടി രൂപയാണ് നേടിയത്. 2ാം സ്ഥാനത്തുള്ള ചിത്രം കല്യാണി പ്രിയദർശൻ നെസ്ലിൻ കോംബോയിലെത്തിയ ലോകയാണ്. കേരളത്തിൽ നിന്ന് 122 കോടി രൂപ നേടി ലോക ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയായിരുന്നു. ആ ലോകയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വാഴ 2 കേരളത്തിൽ പുതിയ ഇൻഡസ്ട്രി ആയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് വാഴ 2. അപ്പോൾ ഇതുവരെ കേരളത്തിൽ നിന്നും വാഴ 2 നേടിയത് 125 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ റണ്ണിങ് ഓൾമോസ്റ്റ് കേരളത്തിൽ അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മെയ് 1 പാട്രിയോട്ടും വരെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 10 ചിത്രങ്ങൾ ഇതൊക്കെയാണ്: വാഴ 2, ലോക, തുടരും, 2018, എമ്പുരാൻ, പുലിമുരുകൻ, ആടുജീവിതം, സർവ്വവുമായേം, ആവേശം, ബാഹുബലി 2. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമ റിവ്യൂവും അതൊക്കെയാണ് പറയുന്നത്. സിനിമ അപ്ഡേറ്റ് ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.